ഇസ്രയേലിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ് തരാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് തന്നെ അർജന്റീന യുനിഫിലുള്ള അവരുടെ ബറ്റാലിയൻസ്, അവരുടെ മിലിറ്ററി പേഴ്സണൽസിനെ വാപ്പസ് ചെയ്തിരിക്കുകയാണ്, അത് തിരിച്ചു വിളിക്കുകയാണ്. അതിന്റെ കാരണം ഹിസ്ബുള്ളയുടെ റോക്കറ്റ് അറ്റാക്ക് യുനിഫിലിന്റെ മേളിൽ വന്നതാണ് അതിന്റെ കാരണം. യുനിഫിലിന്റെ സോൾജേഴ്സിനൊന്നും അവിടെ അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രവൃത്തി അവിടെ ഒരു വിഷയമായിട്ട് എടുത്തുകൊണ്ടാണ് അർജന്റീന വളരെ സീരിയസ് ആയിട്ട് അവരുടെ സോൾജേഴ്സിനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. നമ്മളിത് പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യയും ഇതേപോലെ ഇന്ത്യയുടെ ഒരു 600-700 സോൾജേഴ്സ് മിഡിൽ ഈസ്റ്റ് ഭാഗത്ത് തന്നെ ഉണ്ട്, അവരെയും തിരിച്ചു വിളിക്കണമെന്നാണ്. ഈ ഒരു വാർ ഈ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ മാറിയിട്ട് വിട്ടാൽ മതി. കാര്യം ശരിയാണ്, അവർ സോൾജേഴ്സ് ആണ്. പക്ഷേ നമ്മുടെ സോൾജേഴ്സ് നമ്മുടെ നാട്ടിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതേസമയം മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഇങ്ങനെ പെടാപ്പാടുപെടേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇറ്റലി പറഞ്ഞിരിക്കുന്ന 8 റോക്കറ്റുകളാണ് ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ യുനിഫിലിന്റെ ഭാഗത്തേക്ക് വന്ന് വീണതെന്നാണ് പറയുന്നത്. ഈ യുനിഫിൽ അതായത് ഈ യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത്, ഇത് പ്രത്യേകിച്ച് ലെബനാൻ ഇസ്രയേൽ ആ ബോർഡറിൽ, അതായത് സദൻ ലെബനാൻ ഭാഗത്തും ഈ സദൻ ഇസ്രയേലിന്റെ ആ ഒരു ബോർഡറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ ഏരിയയിലാണ് ഇവർ ഒക്കുപൈ ചെയ്തിരിക്കുന്നത്. അവർ പീസ് കീപ്പിംഗിന്റെ മിഷന്റെ ഭാഗമായിട്ടാണ് അവർ 2006 അവരെ കൊണ്ട് അവിടെ പ്ലേസ് ചെയ്തത്. അത് ലിറ്റാനി റിവർ വരെയുള്ള ഒരു വലിയ ഭാഗം അവിടെയാണ് ലെബനാന്റെ ആക്ച്വൽ ബോർഡർ. കാരണം ഇസ്രയേലിന് ഒരു ത്രെഡ് ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭീഷണി നേരിടുന്നത് കൊണ്ട് ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് ഒരു തീവ്രവാദപരമായ നടപടികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഇത് 2006 ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെച്ച് രണ്ടുപേരും, അതായത് ഇസ്രയേലിന്റെ ബോർഡറിൽ നിൽക്കും, അതേപോലെ ഹിസ്ബുള്ള ലെബനാൻ ആർമി ആ ലിറ്റാനി റിവറിന്റെ സൗത്ത് ഭാഗത്തേക്ക് മാറി നിൽക്കും. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ട്രീറ്റി. നെതന്യാഹു ഇന്ന് ഗാസ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ശരിക്കും പറഞ്ഞാൽ ഈ നെറ്റ്സറിയൻ കോറിഡോർ ആ കോറിഡോർ വരെയാണ് വിസിറ്റ് ചെയ്തത്. അവിടെ വിസിറ്റ് ചെയ്യുകയും അവിടെ IDF സോൾജേഴ്സിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ഇനി ഒരിക്കലും ഗാസയിൽ ഹമാസിന്റെ ഒരു ആധിപത്യം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു നിലയിൽ വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടാണ് അവിടെ നിന്ന് പോയത്. അതുപോലെ ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ സുഡാനി മുഹമ്മദ് ഷിയ അൽ സുഡാനി, ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ UN അറിയിച്ചിട്ടുണ്ട്. അതായത് നെതന്യാഹു, അതായത് ഇസ്രയേൽ ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അറ്റാക്കുകളെ കുറിച്ച് കൺസേൺ ആയിരുന്നു. അപ്പൊ അതിന് ഇറാഖിന്റെ ഗവൺമെന്റിന്റെ സമ്മതത്തോടു കൂടി അല്ല ഇങ്ങനെ ഒരു പ്രവർത്തനം നടക്കുന്നത് എന്നുള്ള ഒരു ക്ലെയിമാണ് പുള്ളി മുന്നോട്ട് വെച്ചത്. അതായത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്നുള്ള ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പറഞ്ഞു വെച്ചത്. 3 പാലസ്തീനിയൻ ജിഹാദ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ വധിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ഡിഫൻസ് ഫോഴ്സ്. ഖബാദിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടത്തിയ റെയ്ഡിലാണ് ഈ 3 പേരെ കണ്ടുകിട്ടിയത്. അവിടെ വെച്ച് അപ്പം തന്നെ പൊട്ടിച്ച് തീർത്തിരിക്കുകയാണ്. പിന്നെ US ഒരു നടപടി എടുത്തിട്ടുണ്ട്. അതായത് US നിന്നും ഫണ്ട് കളക്ട് ചെയ്ത് ഹമാസിന്റെ ചാരിറ്റിയുടെ പേരിൽ ഫണ്ട് കളക്ട് ചെയ്യും. അതിലൊരു ഹ്യൂജ് എമൗണ്ട് ഹമാസിന് വേണ്ടി അയച്ചു കൊടുക്കുന്ന കുറെ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിച്ചിരിക്കുകയാണ്, സാങ്ഷൻ ചെയ്ത് നിർത്തിയിരിക്കുകയാണെന്നതാണ്. അതായത് ഈ ചാരിറ്റി, അതായത് ഗാസയിൽ ഞങ്ങൾ ഫുഡ് കൊടുക്കുന്നു, അത് കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ പിരിച്ചിട്ട് അതിൽ ഒരു ഭാഗം കുറച്ച് സംഘടനകൾക്ക് ഇങ്ങനെ ഇത് ചാരിറ്റിക്ക് കൊടുക്കുകയും മറ്റുള്ള ഭീമമായ തുക ഈ ഹമാസിന്റെ ഈ ഒരു തീവ്രവാദ പ്രവർത്തനം അയക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കണ്ടെത്തിയ കുറെ വില്ലന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് എതിരെ ഇപ്പൊ നടപടി എടുത്തിരിക്കുകയാണെന്നുള്ളത്. പിന്നെ ഇറാനിൽ ഒരു സ്റ്റുഡന്റ് ലേഡി ഈ പർദ്ദ ഇടുന്നതിന് എതിർത്തുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ലേഡിക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇറാൻ ഒഫീഷ്യലി ഇന്ന് സ്റ്റേറ്റ്മെന്റ് വിട്ടിട്ടുണ്ട്. കാരണം അവരെ കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ മീഡിയയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി കൂടുതൽ ഇങ്ങനെ മറച്ചു വെച്ചുകൊണ്ടിരുന്നാലോ അല്ലെങ്കിൽ ഇവരെ ഇനി ശിക്ഷിച്ചാലോ ഇനി അവിടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യത മുന്നോട്ട് കണ്ടുകൊണ്ട് അവർ ആ കൊച്ചിനെ റിലീസ് ചെയ്തിരിക്കുകയാണ്. റിലീസ് ചെയ്ത് പോയിട്ട് അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയാലും അവർക്ക് മെന്റൽ സ്റ്റേറ്റ് ക്ലിയർ അല്ല എന്നുള്ള നിലയിലാണ് ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഫാമിലിയുടെ കൂടെ വിട്ടു എന്നാണ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മെന്റലി കുഴപ്പമൊന്നുമില്ല, അവർക്ക് മെന്റലിയൊക്കെ അവർ ഓക്കെയാണ്. പക്ഷേ ഇറാനിന് വേറെ വഴിയില്ല, അതുകൊണ്ടാണ് അവരങ്ങനെ വിട്ടത്. കാരണം ഇവർക്കൊരു മെന്റൽ സ്റ്റേറ്റ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാലേ ഈ ഒരു മതപരമായി ചിന്തിക്കുന്ന തീവ്ര നിലപാടുള്ള ആൾക്കാരെ ബോധിപ്പിക്കാൻ പറ്റുള്ളൂ. അതേസമയം അവരെ കോളേജിൽ നിന്നും പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ്. അവർക്ക് തുടർന്ന് പഠനം തുടരാനുള്ള അവസരവും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ലിറ്ററലി പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം അവർ സേഫ് ആണ്. ഇന്നലെ രാത്രി ഒരു മിസൈൽ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രയേലിന്റെ ഉള്ളിൽ. അത് ശരിക്കും പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ സൈഡിൽ നിന്ന് വന്നതാണോ അല്ലെങ്കിൽ യമനിൽ നിന്ന് വന്നതാണോ എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു ധാരണയില്ല. അതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും പകുതി വഴിക്ക് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ തന്നെ അതിന്റെ ബ്ലാസ്റ്റ് തടയാൻ കഴിഞ്ഞില്ല. അതൊരു ബിൽഡിങ്ങിൽ തട്ടി നല്ല രീതിയിലുള്ള ഒരു ഫയറിംഗ് അവിടെ ഉണ്ടായിട്ടുണ്ട്. തീ ആളി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ ബിൽഡിങ്ങിൽ. അത് അതാണ് ഏറ്റവും മേജറായിട്ട് ഇന്നലെ നടന്ന ഇസ്രായേലിന്റെ ഉള്ളിൽ നടന്ന ഒരു അറ്റാക്ക്. പിന്നെ ഈ ഹൈഫ ഭാഗത്തുള്ള ആ തുരുതരാവിടുന്ന റോക്കറ്റ് അറ്റാക്ക് അതെല്ലാം കുറഞ്ഞിട്ടുണ്ട്. കാരണം അമ്മാതിരി അടിയാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് 5 ദിവസം കൊണ്ട് 50 സ്ട്രൈക്കാണ് കേട്ടോ. 50 എയർ സ്ട്രൈക്ക്, 50 എയർ സ്ട്രൈക്സ് ഇൻ ലാസ്റ്റ് 5 days. അതാണ് ഇസ്രായേലിൽ ബൈറൂത്ത് എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിക്കകത്ത് മാത്രം ചെയ്തത്. ഇതിലിപ്പം ഹിസ്ബുള്ള അമ്പരന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്, അവർക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്.
അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സീസ് ഫയറിനുള്ള സാധ്യത ഒരുങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇപ്പം താരതമ്യേന ഒരു പിന്നെ റോക്കറ്റ് അറ്റാക്ക് ഒക്കെ വല്ലപ്പോഴും കൂടെ 1-2 ആണ് നടക്കുന്നുള്ളത്. ഇപ്പം പഴയതുപോലെ 20, 50, 60 ഒന്നും വിടാൻ പറ്റുന്നില്ല. ഇസ്രായേൽ വീഴുന്ന റോക്കറ്റ് എന്ന് പറഞ്ഞാൽ അത് ഏതാണ്ട് 1 ടണ്ണാണ് ഭാരം. ആ ഒരു എയർ സ്ട്രൈക്ക് ചെയ്യുന്ന റോക്കറ്റ്, എയർ സ്ട്രൈക്ക് ചെയ്യുന്ന മിസൈൽ ഇല്ലേ, അത് MK കാറ്റഗറിയിൽ വരുന്ന മിസൈലാണ്. അത് ഏതാണ്ട് 1 ടണ്ണാണ് ഒരു റോക്കറ്റിന്റെ ഭാരം എന്ന് പറയുന്നത്. അത് ഒരെണ്ണം ഒരു ബിൽഡിങ്ങിന് മൂട്ടിലിട്ട് കഴിഞ്ഞാൽ എത്ര നില ബിൽഡിംഗ് ആണെങ്കിലും നിലം പൊത്തും എന്നുള്ളതാണ്. ആ അവസ്ഥയിലുള്ള അറ്റാക്കാണ്. അതുപോലെ 50 എയർ സ്ട്രൈക്ക് 5 ദിവസം കൊണ്ട് നടത്തിയിട്ടുണ്ട്. ആമോസ് ഹോസ്റ്റൈൻ ഇന്നലെ, അതായത് US അംബാസഡറാണ്, ലെബനാനിന് വേണ്ടിയിട്ടുള്ള US അംബാസഡർ. പുള്ളി ഇന്നലെ ലെബനാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെബനാന്റെ പാർലമെന്ററി സ്പീക്കറുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നബി ബെരി എന്നാണ് പുള്ളിയുടെ പേര്, നബി ബെരിയുമായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരും ഇരിക്കുന്ന ഒരു ഇമേജ് ആണത്. മീറ്റ് ചെയ്ത് ഒരു റെസൊല്യൂഷനിൽ എത്തിയിട്ടുണ്ട്. അതിൽ സമഗ്രമായി പറയുന്നത് ഹെസ്ബുള്ള 2006 അതായത് ലിറ്റാനി റിവറിന്റെ പുറകിൽ വരെ പോകാനുള്ള കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഈ ഒരു സീസ് ഫയറിന് ഒരു ഓക്കെ ആവുന്ന നിലയിലാണ് സമ്മതിച്ചിരിക്കുന്നത്. അതായത് 2006 സ്റ്റേറ്റസ് കോ നിലനിർത്താൻ, ലിറ്റാനി റിവറിന്റെ ഭാഗം വരെ പോയി മാറി നിൽക്കാൻ അവർ തയ്യാറാണ്. പിന്നെ ഈ ഒരു ബഫർ സോണിൽ അവർ ഒരു വിധമായിട്ടുള്ള ആക്ടിവിറ്റീസും ഇനി ഏർപ്പെടുത്തത്തില്ല, ഇനി ടണൽ ഇതുമാതിരിയുള്ള കാര്യങ്ങളൊന്നും വെക്കത്തില്ല എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിലിന്റെ റെസൊല്യൂഷൻ 1701 പ്രകാരം ലിറ്റാനി റിവറിന്റെ പുറകിലേക്ക് മാറിക്കോളാം എന്ന് ഹിസ്ബുള്ള സമ്മതിച്ചിട്ടുണ്ട്. ശരിക്കും പ്രത്യക്ഷത്തിൽ തോൽവി സമ്മതിച്ചിരിക്കണം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇമീഡിയറ്റ് റെസ്പോൺസ് ഒന്നും വന്നിട്ടില്ല. വെനസ്ഡേ അതായത് ഇന്ന് ആമോസ് ഇസ്രായേൽ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ വിസിറ്റ് ചെയ്തിട്ട് ഈ ഒരു ഹിസ്ബുള്ളയുടെ നിലപാട് പിന്നെ ഇസ്രായേലിനെ അറിയിക്കും. അതിനനുസരിച്ചായിരിക്കും ഇസ്രായേലിന്റെ റെസ്പോൺസ്. പക്ഷേ ഇസ്രായേൽ പ്രാഥമികമായിട്ട് മുൻകൂട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഏത് സാഹചര്യത്തിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി ഇസ്രായേലിന് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇസ്രായേലിന് അറ്റാക്ക് ചെയ്യാനുള്ള റൈറ്റ്സ് വെച്ചോണ്ട് മാത്രമേ സീസ് ഫയറിന് മുന്നോട്ട് പോകത്തുള്ളൂ എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. എന്തായാലും ഹെസ്ബുള്ള ഒതുങ്ങുന്നു എന്നുണ്ടെങ്കിൽ ഹമാസിന് നല്ല പണിയാണ്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള US ഭാഗത്ത് നിന്ന് ഒരു 50% അവരൊരു ഷുവറിറ്റിയാണ് തരുന്നത്. അതായത് സീസ് ഫയർ ഹെസ്ബുള്ളയുമായിട്ട് വൈകാതെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. എന്തായാലും ഇന്നത്തെ ഇസ്രായേലിന്റെ ആ ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൺഫേം ആയിട്ട് നമുക്ക് പറയാം. പക്ഷേ ഈ സീസ് ഫയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഓൺഗോയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഡെവലപ്മെന്റ് ആണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു മലക്കമറിച്ചൽ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഒരു ഹൈലൈറ്റ് തന്നെ അതാണ്. സൗദി കിങ് MBS ഒരു മലക്കമറിച്ചലാണ്. അത് പുള്ളി പെട്ടെന്ന് തന്നെ ഈ മനസ്സൊക്കെ മാറി. നമ്മൾ സ്റ്റിൽ ഈ നെതന്യാഹു ഉയർത്തി കാണിച്ചല്ലോ UN ഒരു പിക്ചർ. അതിൽ ഒരു മിഡിൽ ഈസ്റ്റും ഇസ്രായേലുമായിട്ടുള്ള ബന്ധമുണ്ടല്ലോ, അബ്രഹാം അക്കോർഡിന്റെ ഒരു ബന്ധം. അത് സ്റ്റിൽ നമ്മൾ ആക്റ്റീവാക്കി തന്നെ വെച്ചിരിക്കുന്നത്. അത് ഒരിക്കലും നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ടില്ല. ആ ഒരു കോൺസെപ്റ്റ് അങ്ങനെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഒബ്വിയസ്ലി ഇസ്രായേലിന്റെ ഒരു ജനസൈഡ്, ഇപ്പൊ ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ അതിനെ ഒന്ന് ഗണ്ണിക്കുന്നു. അതുപോലെ തന്നെ ഇറാനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് പുള്ളി ശരിക്കും കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു ഏർപ്പാടാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഇസ്രായേലുമായിട്ടും റിലേഷൻഷിപ്പ് വേണം, ഇറാനുമായിട്ടും റിലേഷൻഷിപ്പ് വേണം, അതേപോലെ US സെക്യൂരിറ്റീസും പിന്നെ സൗദിക്ക് വേണം. ഇതാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അപ്പം മനസ്സിലായല്ലോ, ഇപ്പൊ ഇത്രയും വാർ നടന്നെങ്കിലും എന്തെല്ലാം ജനോസൈഡ്, പിന്നെ കൊലപാതകം, ഇതേപോലെ വംശഹത്യ എന്നൊക്കെ പറഞ്ഞ് കോലാഹലങ്ങളിട്ട് ഒപ്പിട്ടാലും ഇസ്രായേലുമായിട്ടുള്ള ആ ഒരു അബ്രഹാം അക്കോർഡ്, മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ, ഇതെല്ലാം ഞങ്ങളുടെ എക്കണോമിക് ഡെവലപ്മെന്റ് വേറെ ഭാഗമാണെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. അതും ഈ ഒരു OICയിൽ പോയിട്ട് ഒപ്പിടുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധമല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ എന്ത് പ്രഹസനമാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. വരും ദിവസങ്ങളിൽ സൗദി ഇസ്രായേൽ റിലേഷൻഷിപ്പ് എങ്ങനെ പോകും എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും മിഡിൽ ഈസ്റ്റിലുള്ള മറ്റുള്ള ജിയോ പൊളിറ്റിക്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ ഇടപെടൽ തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ ഒരു ഇടപെടൽ ഇവിടെ ശക്തമായി ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. ഹെസ്ബുള്ളയുടെയും ഇസ്രായേലിന്റെയും ഈ ഒരു പിന്നെ സീസ് ഫയർ എഗ്രിമെന്റ് നടപ്പിലായാൽ സൗദിക്ക് കുറച്ച് ബ്രീത്ത് എടുക്കാം. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഹമാസ് പിന്നെ തന്നിച്ചാവുകയാണ്. അവർ ഇൻഡയറക്ട്ലി ചിലപ്പോൾ ഫണ്ടിങ് അങ്ങനെയൊക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ തൽക്കാലം അതെല്ലാം നിർത്തി വെക്കേണ്ടി വരും. ഹമാസ് തീരെ ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും. പിന്നീടുള്ള കാര്യങ്ങളെല്ലാം ഈ വെസ്റ്റ് ബാങ്ക്, ഗാസ, അതിൽ ഇസ്രായേൽ എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ചായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ. തുടരെ റഷ്യയുടെ ആയുധങ്ങൾ, ക്വാളിറ്റി കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള ആയുധങ്ങൾ പലതും വീണ്ടും കണ്ടെടുക്കുന്നുണ്ട്. ഏതാണ്ട് 60 മുതൽ 70% ആയുധങ്ങൾ പിന്നെ ഇസ്രായേൽ കണ്ടെടുക്കുന്നതെല്ലാം റഷ്യൻ മേഡാണെന്നുള്ളതാണ്. അത് ഇപ്പോഴും ഇന്നും പുതിയ പാക്കിങ്ങിൽ ഇരുന്ന് പൊട്ടിക്കുന്ന റോക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അതൊക്കെയാണ് അവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇസ്രായേൽ അതാണ് കാണിക്കുന്നത്. എപ്പോഴും പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.